ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ മൈസൂരിലാണുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 9:15 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ടുപേരും റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ പോണത് ഫുഡ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ മൈസൂർ പാലസിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. നമ്മളിപ്പോൾ ഹോട്ടൽ തപ്പിയിട്ട് നടക്കുകയാണ്. നമ്മൾ നിന്ന ഭാഗത്ത് നമ്മൾ അവിടുത്തെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. പക്ഷെ അവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ല. അപ്പോൾ നമ്മൾ കാർ അവിടെ തന്നെ പാർക്ക് ചെയ്ത് കുറച്ചുകൂടെ നടന്നിട്ട് ഇങ്ങനെ ഹോട്ടലിൽ നോക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ വൈബ് ഉണ്ട്. കർണാടക ആണെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കാം. നമ്മളിപ്പോൾ ഞാൻ ഗീ റോസ്റ്റ്, മസാല റോസ്റ്റാണ് പറഞ്ഞത്. മട്ടൻ കറിയും ചട്നിയൊക്കെ ഉണ്ട്. അങ്ങനെയുണ്ട് നോക്കാം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. നമ്മൾ നേരെ പോകുന്നത് മൈസൂർ പാലസിലേക്കാണ് കേട്ടോ. രാജുഭായ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. എത്രയാണ് എൻട്രി ടിക്കറ്റ് എന്ന് അറിഞ്ഞൂടാ. എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഫുൾ നിലമൊന്നും കറക്റ്റായിട്ടില്ല. നമ്മളിപ്പോൾ കറക്റ്റ് മൈസൂർ പാലസിലെത്തി. നമ്മുടെ ബാക്കിലുള്ളത് മൈസൂർ പാലസാണ്. +2 പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഭംഗി അത്ര ആസ്വദിച്ച പോലെയുള്ള ഒരു ഓർമ്മയൊന്നും ഇല്ല. അത്ര നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാന്നുള്ളത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കാഴ്ചകൾ കാണുന്നത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ കാണുമ്പോഴാണ് ഇത് ഇത്ര നല്ല ഭംഗിയുണ്ടല്ലോ, അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എന്തോ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന് അവിടെ ബോർഡ് കണ്ടു. ഇതാണെന്ന് തോന്നുന്നു മെയിൻ കവാടം. ആ കാണുന്നത് ഒരു കവാടമുണ്ട്. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വന്നത് വേറെ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ടോട്ടൽ 4 ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട് ഈ കാണുന്നത്. ഓ സോറി, 6-7 എൻട്രൻസ് ഉണ്ട്. ഒത്തിരി എൻട്രൻസ് ഉണ്ട് എന്നാണ് മിസ്റ്റർ നന്ദഗോപൻ പറയുന്നത്. ഇത് പക്ഷേ ഈ എൻട്രൻസിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ മെയിനായി കാണാനുള്ളത് എനിക്ക് ആകാംക്ഷ പറഞ്ഞ കാറുകളാണ്. 1990s കാറുകൾ, വിൻറ്റേജ് കാർസ് കാണാനും മെയിൻ. പാരീസ് കാണാനേക്കാളും കൂടുതൽ ത്രില്ല് എനിക്കിപ്പോൾ അതിനുള്ള കാറുകൾ, അതിനുള്ള കളക്ഷൻസ്, 90s കാറുകളൊക്കെ കാണാൻ ഉള്ളൊരു താല്പര്യം കൂടുതലാണ്. ഇന്നലെ ഊട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മൈസൂർ പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചോ എന്നെയും കൂട്ടി മൈസൂരൊക്കെ കാണണം, അല്ലെങ്കിൽ മൈസൂർ പാലസ് ഒക്കെ കാണണം എന്ന് വിചാരിച്ചിട്ട് വന്നത്. കാറ് കാണാനാണ്. ഇപ്പോൾ കുറച്ചായിട്ട് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഓരോ വണ്ടികളുടെ പേര് പറഞ്ഞുതരാം. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നത് മൈസൂരിൽ കാറ് കാണാനാണ് വന്നതെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. സാഡ് റിയാലിറ്റി. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ കണ്ടത് വന്നിട്ട് മുമ്പ് രാജാക്കന്മാർ ഇതൊക്കെ കൊടുക്കാൻ എന്താണ് നമ്മളെന്ത് പറയില്ല, ഇങ്ങനെ ഓരോന്ന് അയച്ചു കൊടുക്കാൻ ലെറ്റർ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻസ് അതൊക്കെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്.
മൈസൂരിലാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗുരു സ്വീറ്റ് മാർട്ടിലാണ്. ഇവിടുത്തെ മൈസൂർ പാക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഒറിജിനൽ സ്വീറ്റ്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ മൈസൂർ പാലസിൽ വെച്ചിട്ട് കാർ മ്യൂസിയം അവിടെ അടുത്താണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ നിന്നൊരു 4-6 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ട് വരാൻ. പക്ഷേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അറിയാതെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഞാനാണ് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ഫ്ലൈ ഓവർ കയറാൻ പാടില്ലായിരുന്നു, താഴെ കൂടെ ആയിരുന്നു പോകേണ്ടത്. ഞാൻ ഫ്ലൈ ഓവർ 200 മീറ്റർ തിരിയേണ്ടവിടെ 18 കിലോമീറ്റർ അടുപ്പിച്ച് 2 ടോൾ അടുപ്പിച്ചിട്ട് ഞങ്ങളൊക്കെ തിരിച്ചു പോവാണ് കേട്ടോ. സമ്മതിച്ചു. 2 ടോള് 18 കിലോമീറ്റർ. താങ്ക് യു. നമ്മളിപ്പോൾ പയ്യാന കാർ മ്യൂസിയത്തിലേക്ക് വന്നു. ബാക്കിൽ കണ്ടതാണ് കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്തു. ഞാൻ നോക്കാം. ഹായ്. നമ്മൾ മൈസൂർ പാലസിൽ നിന്ന് നല്ല അടുത്താണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോഴാണ് എൻ്റെ മണ്ടത്തരം കൊണ്ട് ഒരു 16 കിലോമീറ്റർ ചുറ്റിയത്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഉള്ളിൽ പോയിട്ട് ബാക്കി കാഴ്ചകളാണ്. പറ. സന്തോട്ടാ, എങ്ങനെയുണ്ട്? സന്തോഷമായോ? എന്നെ കൂടെ മൈൻഡ് ചെയ്യാണ്ട് ഫോട്ടോ എടുത്തോണ്ട് നടക്കുകയാണ്. ഇവിടെ ബാക്കിൽ നമ്മൾ കാണുന്നതൊക്കെ മുമ്പുണ്ടായിരുന്ന ബൈക്കുകളും ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഈ സ്കൂട്ടി സിനിമകളിൽ എന്താ പറയുക, മറ്റേ ഇൻഹരിയർ നഗറിൽ അവൾ ഉപയോഗിക്കുന്ന സ്കൂട്ടി ഇതുപോലെയുള്ളതല്ലേ, അതുപോലത്തെ വണ്ടികളൊക്കെയാണ്. നല്ല രസമുണ്ട്. 1955 ഷെവർലെറ്റ് ബെൽ എയർ. എന്താ വണ്ടിയിലെ ആളെ പറഞ്ഞ ഓട്ടം തരുന്ന ആള്. അവിടെ പുറകിൽ കാണുന്ന വണ്ടിയൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ യുദ്ധത്തിന് ഉപയോഗിച്ച വണ്ടി ആയിരിക്കാനാണ് സാധ്യത. സെക്യൂരിറ്റി എന്തല്ല ഇങ്ങനെ നോക്കണേ. ഇത് പുലിവാൽ കല്യാണത്തില് ബോംബെന്ന് മണവാളിനെ കൊണ്ടുവന്ന ടാക്സിയാണ്. ഇത് മറ്റേ സിനിമയത്തെയാണോ? വായിലത്തെയാണോ? അതിൽ ഇതുപോലെ റെഡ് കാറായിരുന്നു അല്ലേ? എല്ലാ വണ്ടി എത്ര സ്പീഡ് ഓടിയിട്ടുണ്ട്, എത്ര കിലോമീറ്റർ ഓടും, അല്ലെങ്കിൽ എത്ര സ്പീഡിൽ പോകും, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കലാണ് പണി. അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്ത എന്നെ പോലെയുള്ള ആൾക്കാർ വെറുതെ നോക്കിയിട്ട് പോകും. നല്ല അറിവുള്ള ആൾ ഇതുപോലെ ഓരോന്ന് കാണിച്ച് പറഞ്ഞു ഇതുപോലെ ഓരോന്ന് പറഞ്ഞു തരും.
എന്നെ വീഡിയോയിൽ കാണിക്കണ്ടെന്നാണ് പറഞ്ഞത്, വണ്ടീനെ എടുക്കാൻ പറഞ്ഞു. ഈ വണ്ടിയും കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരണമെന്ന് കമൻറ്റ് ചെയ്യണേ. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു, അതിൻ്റെ മോഡലൊക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ അതേപോലെ നോക്കും. പ്രൊജക്ടർ. ഇതൊക്കെ സിനിമ തിയേറ്ററിൽ സിനിമ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റേ ഫിലിംസ്, അതൊക്കെയാണ് തോന്നുന്നു. പടവാള്. ഇത് വണ്ടികളുടെ എല്ലാതും, ടയറ്, ഡോറ്, എൻജിൻ എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ പയാന മ്യൂസിയം കണ്ടിറങ്ങി. കാറൊക്കെ കണ്ടോ? മതിയോ? ഇഷ്ടപ്പെട്ടോ? ഇനിയിപ്പോൾ പാർക്കിങ്ങിലുള്ള കാറും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാർ എടുക്കുന്നു, ലഞ്ച് കഴിക്കുന്നു. ലഞ്ച് കഴിക്കാനല്ല, 4 മണിയായി. ബാംഗ്ലൂർ പറയിപ്പിക്കരുത്. ഇനി നേരെ നമ്മൾ തിരിച്ച് പാലക്കാട്ടേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ മൈസൂരിൽ നിന്ന് ഇറങ്ങി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടലിലാണ്, മല്ലേശ്വരം ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു.